പ്രസിദ്ധമായ കൊടകര ഷഷ്ഠി ആഘോഷത്തെ വർണ്ണാഭമാക്കാൻ കാവടികൾ ഒരുക്കുകയാണ് കൊടകര കാവടി വെങ്ങലശ്ശേരി രാജൻ. മുരുകഭക്തനായ രാജന് കാവടി നിർമ്മാണം കേവലം ഉപജീവന മാർഗത്തിലുപരി ദേവപ്രീതിക്കായുള്ള ഒരു അനുഷ്ഠാനം കൂടിയാണ്. റിപ്പോർട്ടിൽ കാവടി നിർമ്മാണത്തിന്റെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കാവുന്ന കൊടകരയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി രാജൻ കാവടി നിർമ്മാണം നടത്തിവരുന്നു. കൊടകര മേഖലയിൽ മാത്രം 10ഓളം കാവടി നിർമ്മാണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ 22 വർഷങ്ങളായി ഈ കാവടികൾ നിർമ്മിക്കുന്ന രാജൻ സ്വന്തമായി ഒരു കാവടി നിർമ്മാണശാല തുടങ്ങിയിട്ട് 7 വർഷമേ ആയിട്ടുള്ളൂ. ഗോപുര കാവടികളും പൂക്കാവടികളും നിർമ്മിക്കുന്ന രാജൻ ഇവ കുന്നത്തൃക്കോവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പൂജിച്ച ശേഷമേ ദൂരദിക്കുകളിലേക്ക് കൊണ്ടുപോകാറുള്ളൂ. ചിങ്ങമാസം പിറക്കുന്നതോടെ രാജന്റെ കാവടി നിർമ്മാണ കേന്ദ്രം സജീവമാകും. പഴനിയിൽ പോയി കുടുംബസമേതം വഴിപാടുകളും അഭിഷേകവും നടത്തി മടങ്ങിയെത്തിയ ശേഷമാണ് ഈ മുരുകഭക്തൻ കാവടികളുടെ പണി തുടങ്ങി വെക്കാറുള്ളൂ. തികഞ്ഞ വ്രതശുദ്ധിയോടെ മാത്രമേ കാവടി നിർമ്മാണശാലയിൽ കുടുംബാംഗങ്ങളെയും പ്രവേശിപ്പിക്കൂവെന്ന് രാജൻ പറഞ്ഞു. ഷഷ്ടി കഴിയാണ്ട് ഞാൻ പുറമെ വിടാറില്ല. കൊട്ടക്കാവടി മാത്രം, പീരിക്കാവടി മറ്റേ പറമ്പുള്ളിൽ ആദ്യമായിട്ട് ഇറക്കാം. അത് കഴിഞ്ഞ് കൊട്ടക്കാവടി പണി കഴിഞ്ഞാൽ ഒരു കാവടി കൊണ്ടുപോയി കുന്നത്തറയ്ക്ക് അമ്പലത്തില് കുന്നത്തറ കോവിൽ അമ്പലത്തിൽ കൊണ്ട് പൂജ ചെയ്തതിന് ശേഷം ഞാൻ പുറമേ ഏത് സെറ്റിലേക്കായാലും വിടുന്നു. കാവടിപ്പണി തുടങ്ങണേലും നിപ്പാട് പഴനിയിൽ പോയിട്ട് വരാം. എല്ലാവരും പഴനി പോയി വന്നതിന് ശേഷം ഞാൻ കാവടിപ്പണി തുടങ്ങി. പഴനി മുരുകന്റെ അത് ഇന്ന മാസം നിശ്ചയിക്കില്ല. ഞങ്ങൾക്കിപ്പോ ഇപ്പോഴും കാവടിപ്പണി ഇപ്പൊ തുടങ്ങണമെന്ന് വെച്ചാൽ ആദ്യമേ തുടങ്ങണമെന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങൾ ആ ഉടനെ തന്നെ നൊയമ്പെടുത്ത് 10-11 ദിവസം നൊയമ്പെടുത്ത് വീട്ടുകാരടക്കം ചെന്ന് പഴനി ചെന്ന് തൊഴുത് ഇത് പറഞ്ഞോണം അനുഗ്രഹം മേടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ പണി തുടങ്ങി. ഷഷ്ഠി ആഘോഷങ്ങൾ തുടങ്ങുന്ന വൃശ്ചികം തൊട്ടേ രാജന്റെ പണിശാലയിൽ നിന്ന് പീലിക്കാവടികൾ നാടിന്റെ നാനാ ഭാഗങ്ങളിലേക്കും എത്തും. എന്നാൽ കൊട്ടക്കാവടികൾ എന്ന് വിളിക്കുന്ന പൂക്കാവടികൾ കൊടകര ഷഷ്ഠിക്ക് ആടിയ ശേഷമേ മറ്റു ദേശങ്ങളിലേക്ക് രാജൻ അയക്കാറുള്ളൂ. കോയമ്പത്തൂരിൽ നിന്ന് സാമഗ്രികൾ കൊണ്ടുവന്നാണ് രാജന്റെ കാവടി നിർമ്മാണം. ഒരു ഗോപുര കാവടിക്ക് 20,000-ഓളം രൂപയാണ് ചിലവ്. 3 ആഴ്ച സമയമെടുത്താണ് പണി പൂർത്തിയാക്കുന്നത്. പൂക്കാവടികൾക്ക് ഒരാഴ്ച മതിയാകും. വൃശ്ചികം മുതൽ മേടം വരെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ രാജന്റെ കാവടികൾ ഉണ്ടാകും. തിരുവനന്തപുരം, കോട്ടയം, കട്ടപ്പന, പാല, എറണാകുളം, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെല്ലാം രാജന്റെ കാവടികൾ ആഘോഷങ്ങൾക്കെത്തും. പാവറട്ടി പറമ്പന്തള്ളി ഷഷ്ഠിക്ക് വേണ്ടിയാണ് എല്ലാ വർഷവും ആദ്യമായി പീലിക്കാവടികൾ നിർമ്മിക്കാറുള്ളൂ എന്ന് രാജൻ പറഞ്ഞു. TCV ന്യൂസ്, കൊടകര.